അമൃത് ഭാരത് പദ്ധതി പ്രകാരം 22 കോടി രൂപ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയ വടകര റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചമറച്ച പരസ്യ ബോർഡുകളും പാർക്കിംഗ് ഏരിയയിലെ ഷീറ്റുകളും സ്റ്റേഷന്റെ മുൻവശത്തും പ്രധാന കവാടത്തിന്റെ ഇടതുഭാഗത്തുമെല്ലാം വിശാലമായ പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയുടെ ഷീറ്റുകളാണ് റോഡിൽ നിന്നും സ്റ്റേഷനിലേക്കുള്ള കാഴ്ച മറയ്ക്കുന്നത്. ഇതുകൂടാതെ കൂറ്റൻ പരസ്യ ബോർഡുകളും പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും പരിസരവും പാർക്കിംഗ് ഏരിയകളും പരസ്യ ബോർഡുകളും സ്ഥാപിച്ച് വികൃതമാക്കുന്നതിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സ്റ്റേഷന്റെ മുൻവശം മറയ്ക്കുന്ന രീതിയിൽ നിലവിൽ പാർക്കിംഗ് ഏരിയ തുറന്നിട്ടുണ്ട്. റോഡിൽ നിന്ന് നോക്കിയാൽ സ്റ്റേഷന്റെ കവാടം കാണാൻ സാധിക്കുന്നില്ല. ഇതുകൂടാതെയാണ് പരസ്യ ബോർഡുകളും സ്ഥാപിക്കുന്നത്. മുൻവശത്ത് പുതുതായി തുറന്ന പാർക്കിംഗ് ഏരിയയോട് ചേർന്ന റോഡ് അരികിലായി കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിന്നും സ്റ്റേഷന്റെ കാഴ്ച പൂർണ്ണമായും മറയ്ക്കപ്പെടും. ഇതിനെതിരെ പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. വടകര പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാഫിക് സ്റ്റേഷനിൽ നിന്നും കൺട്രോൾ റൂമിൽ നിന്നുമെല്ലാം റെയിൽവേ സ്റ്റേഷൻ കാണാൻ നിലവിൽ സാധിക്കും. എന്നാൽ ഈ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പോലീസിന് റെയിൽവേ സ്റ്റേഷൻ കാണാൻ സാധിക്കില്ല. അപകടങ്ങളോ മറ്റ് സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ കാണാനോ ഓടിയെത്താനോ സാധിക്കുകയുമില്ല. ഈ സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച റെയിൽവേക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇലക്ട്രിക് ലൈനിന് സമീപമായാണ് ബോർഡ് സ്ഥാപിക്കുന്നത്. ഇടതടവില്ലാതെ വാഹനങ്ങൾ പോകുന്ന റോഡിനോട് ചേർന്ന് ബോർഡ് സ്ഥാപിക്കുന്നത് അപകട ഭീഷണിയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ശക്തമായ കാറ്റുണ്ടാകുന്ന ഇവിടെ ബോർഡ് ഇളകി ഇലക്ട്രിക് ലൈനിലേക്ക് പതിച്ചാൽ വൻ അപകടമാണ് സംഭവിക്കുക. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.